മാമോദീസ കൊടുത്തപ്പോൾ അവന്റെ കാതുകൾക്ക് ദൈവവചനം ശ്രവിക്കാനും അവന്റെ നാവുകൾ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടാണ് ദൈവം അവനെ മാമോദീസ മുക്കിയത്. അപ്പോൾ ഓരോ ക്രൈസ്തവനും ഉത്തരവാദിത്വമുണ്ട്. അവനെ അധികാര ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ഈ മാമോദീസ വഴി. ആ മാമോദീസയിലൂടെ ദൈവം ഓരോ ക്രൈസ്തവനും നൽകി അധികാരം ഉപയോഗിച്ച് തനിക്ക് പറ്റുന്ന സാഹചര്യം ഉപയോഗിച്ച് സുവിശേഷം പറയാൻ ഓരോ ക്രിസ്ത്യാനിക്കും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ വരും തലമുറയായ മക്കളെല്ലാം ഇതുപോലെ തിന്മയുടെ പിടിയിലമർന്ന പരസ്പരം വെട്ടിയും കുത്തിയും ചാകുകയും നശിക്കുകയും ചെയ്യുമ്പോൾ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ കഴിയുന്ന ജനത്തിന് പ്രകാശമായി തീർക്കേണ്ടതും തീരേണ്ടതുമല്ല ഈ ജീവന്റെ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് എവിടെയാണോ ഇരുട്ടുള്ളത് അവിടെ വെളിച്ചം തെളിച്ചാൽ ആ ഇരുട്ട് തനിയെ മാറിപ്പോവുകയാ. ദൈവത്തിന്റെ വചനമാണ് യഥാർത്ഥമായ ജീവനുള്ള വെളിച്ചം. ഏതൊരു അന്ധകാരത്തിലും പ്രകാശിക്കാൻ കഴിയുന്ന ദൈവവചനം, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിന്റെ വചനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം